ഹലോ, ബാക്കി വന്ന ചോറ് കൊണ്ട് നമുക്കൊരു സിമ്പിൾ റെസിപ്പി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഇതാ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. കാബേജ്, ക്യാരറ്റ്, ഉള്ളി, ബീൻസ്, പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിച്ചപ്പ്, ഇതൊക്കെ. അതിനുശേഷം എന്താ 2 മുട്ടയും സോൾട്ട് ആൻഡ് പെപ്പർ ഇട്ട് അടിച്ചിട്ട് അതൊന്ന് ചിക്കി പൊരിച്ചെടുക്കണം. അങ്ങനെ ചിക്കി പൊരിച്ചെടുത്തിട്ട് അത് മാറ്റി വെക്കുക. അതിന് ശേഷം അതേ ചട്ടിയിലേക്ക് തന്നെ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായി വഴറ്റുക. അതൊന്ന് ഇതായി വരുമ്പോഴത്തേനും കാബേജ്, അതുപോലെ ബീൻസ്, പിന്നെ ക്യാരറ്റ്, ഈ 3 ഐറ്റംസ് നന്നായി വഴറ്റുക. അത് കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ബാക്കിയുള്ള സവോളയും അതുപോലെ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. അത് നന്നായി ഇളക്കിയതിന് ശേഷം ഉപ്പ്, കുരുമുളക് പൊടി, അതുപോലെ ഗരം മസാലപ്പൊടി, ഈ 3 ഐറ്റംസും ഓരോന്നോരോന്നായി ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ചോറിനും കൂടി വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കണം. ഞങ്ങളിപ്പോൾ ഇവിടെ 4 പേർക്കുള്ള ചോറിനാണ് ഇടുന്നത്. അപ്പോൾ ആ പച്ചക്കറിക്കും അതുപോലെ ആ ചോറിനും വേണ്ടിയിട്ടുള്ള അത്രയും പൊടികൾ ചേർക്കുക. അതെല്ലാം നന്നായി ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മുട്ട ചിക്കിയതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കുക. അതെല്ലാം കഴിഞ്ഞ് ആവശ്യത്തിനുള്ള ചോറ് ഇട്ട് കൊടുക്കുക. അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ആ ചോറും വെജിറ്റബിൾസും നന്നായി മിക്സ് ചെയ്യുക. നന്നായി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം സാധനം റെഡിയാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.